ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നത് ഇഫ്താർ സ്പെഷ്യൽ മിനി പോക്കറ്റ് ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിലേക്കൊരു ഡൗ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളവും ചേർത്ത് നന്നായി മിക്സാക്കിയെടുത്ത ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു വലിയ ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ പൊങ്ങാനായി മാറ്റി വെച്ച ഈസ്റ്റ് മിക്സ് വെള്ളവും ചേർത്ത് നല്ല പോലെ തന്നെ ഇത് നമുക്ക് കുഴച്ചെടുക്കാം. ഈ മാവ് കുഴച്ചെടുക്കാനുള്ള വെള്ളം ചെറു ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല പോലെ തന്നെ ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായി കുഴച്ചെടുത്താൽ മാത്രമേ നമ്മൾ ഈ ഡവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ട ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ചിക്കന് ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. തൈരിന് പകരം വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നാൽ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കന് വെന്ത് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ചിക്കന് നല്ലോണം വെന്ത് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്ത വെജിറ്റബിൾസ് ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, ഒരു ചെറിയ ക്യാപ്സിക്കവും 2 മീഡിയം സൈസിലുള്ള ഉള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയതായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നല്ലോണം വേവിച്ചെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയെടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. പൊടിയുടെ പച്ചച്ചവയൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുത്ത് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും 1.5 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഫില്ലിങ്സിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് മയണൈസും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് മയണൈസ് എടുക്കാം. 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും ഒരു 1.5 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഷവർമ പോക്കറ്റിനുള്ള പോക്കറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നേരത്തെ കുഴച്ച് വെച്ച മാവിടെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ എയറൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം.
ഇനി ഈ ഡോ നമുക്ക് വലിയ 2 ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കാം. നമ്മൾ ഷവർമ കുബ്ബൂസ് റെഡിയാക്കി എടുക്കുമല്ലോ, അതുപോലെ കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഇനി നമുക്കിത് ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ നമ്മളെ കണ്ടെയ്നറിൻ്റെ മൂടിയോ വെച്ച് ഇതേപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ടാക്കി എടുക്കാം. അപ്പോൾ 2 ബോൾസും ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് പാന് നല്ലോണം ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഓരോന്നും ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. വേഗത്തിൽ തന്നെ ഇത് വെന്തിട്ടും. ഒരു സൈഡ് ഫ്രൈ ആയി വന്നെങ്കിൽ നമുക്ക് മറു സൈഡും മറിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം. ഈ ബണ്ണിനെ മിഡിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കിയ മയണൈസ് സോസ് ഇതിനുള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഫില്ലിങ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതേപോലെ നമ്മൾ റെഡിയാക്കിയ മുഴുവൻ ബണ്ണും ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ എന്നെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.